എക്സ് സ്ക്വയർ പ്ലസ് 4y² സമം 4xy ആയാൽ x⁻y എത്ര? നമുക്ക് എക്സ് സ്ക്വയർ പ്ലസ് 4y² സമം 4xy തന്നിട്ടുണ്ട്. x⁻y ആണ് കാണേണ്ടത്. നമുക്ക് ഈ 4xyനെ ഇങ്ങോട്ട് കൊണ്ടുവരിക, 4xyനെ സമത്തിൻ്റെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരിക. അപ്പോൾ ഇവിടെ എന്താണ്? എക്സ് സ്ക്വയർ പ്ലസ് 4y². ഇത് പോസിറ്റീവാണ്. ഇവിടെ വരുമ്പോൾ -4xy പോസിറ്റീവ് ഇവിടെ എടുക്കുമ്പോൾ മൈനസായി സമം. ഇനി അപ്പുറത്തൊന്നുമില്ല, ഇതിങ്ങോട്ട് കൊണ്ടൊന്നും അപ്പുറത്തൊന്നുമില്ല, അപ്പോൾ 0 നടാം. നമുക്കിതിനെ എക്സ് സ്ക്വയർ നമുക്ക് ഇങ്ങനെ എഴുതാം, x² പ്ലസ് ഇതിനെ നമുക്ക് 2y² ഇടാം അല്ലേ. 4y² 2y². ഇത് ചെയ്ത് കഴിഞ്ഞാൽ അത് കിട്ടും. പിന്നെ മൈനസ് ഇവിടെ ഇതിനെ പിരിച്ചിട്ട് 2 × x × 2y എന്നെഴുതാം. ഇതിനെ പിരിച്ചിട്ട് ഇത് ഗുണിച്ച് നോക്കൂ. ഇത് ഗുണിക്കുമ്പോൾ 4xy കിട്ടും. അപ്പോൾ നമുക്ക് കണക്ക് ചെയ്യാനുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ട് ഇതിനെ എന്തെഴുതി? 2 × x × 2y സമം അപ്പുറത്ത് 0. നമുക്കൊരു സർവ്വസമവാക്യം ഐഡൻറ്റിറ്റി എന്താണ്? a² പ്ലസ് b² മൈനസ് 2ab. ഇത് കണ്ടോ? ആ രൂപത്തിലാണ്. അതിലാണ് ഈ ഐഡൻറ്റിറ്റി എഴുതുന്നത്. ഈ ഐഡൻറ്റിറ്റി സർവ്വസമവാക്യം എന്താണ്? a−b² ആണ്. a−b². അപ്പോൾ നോക്കൂ, ഇതേ രൂപത്തിലാണ് നമ്മുടെ ഈ ചോദ്യത്തിലുള്ള ഈ ഭാഗം. ഇടതുവശം ഇതുപോലെയാണ്. നമുക്കതിനെ ഇങ്ങനെ എഴുതിയാൽ മതി. ഇത് കണ്ടോ? a² x², b² 2y² മൈനസ് 2ab 2ab. ഈ എയും ബിയും 2x 2y എന്ന് എഴുതിയിരുന്നു. അപ്പോൾ നമുക്ക് ഇതിനെ ഇതിൻ്റെ രൂപത്തിൽ എഴുതാം. a−b. ഇവിടെ a എന്ന് പറഞ്ഞാൽ എന്താ വരിക? x ആണ്. കാരണം a² x² ആണ്. അപ്പോൾ a എന്ത് വരും? ഇതിന് പകരം നമുക്ക് എന്തെഴുതാം? x. പിന്നെ മൈനസ് ബി നോക്കൂ, b² 2y², b² 2y². അപ്പോൾ ബി എന്താ? 2y. അപ്പോൾ -2 2y². അപ്പോൾ നമുക്ക് a−b². ഇതിനെ ചുരുക്കി a−b² എന്ന രൂപത്തിൽ x - 2y² സമം 0. x - 2y² 0 ആണെങ്കിൽ x - 2y എങ്ങനെ കാണുക? ഇതിൻ്റെ സ്ക്വയർ റൂട്ടാണ് കാണുക. അത് 0 തന്നെയാണല്ലോ അല്ലേ. 0ൻ്റെ റൂട്ട് 0. ഇത് x - 2y² ആണ് 0. സോ x - 2y = അതിൻ്റെ സ്ക്വയർ റൂട്ട് കണ്ടാൽ 0 തന്നെ. ഇനി നമുക്ക് -2y ഇപ്പോൾ x - 2y സമം 0, -2y അങ്ങോട്ട് എടുക്കുക. അപ്പോൾ x സമം 2y. കാരണം ഈ നെഗറ്റീവ് എടുക്കുമ്പോൾ പോസിറ്റീവ് x സമം 2y. ഇനി നമുക്ക് ഈ y നെ ഇങ്ങോട്ട് കൊണ്ടുവരിക. ഇവിടെ x ഉണ്ട്, ഇൻറ്റു y ഇങ്ങോട്ട് വരുമ്പോൾ y x/y സമം അപ്പുറത്ത് എന്തുണ്ട്? 2. ഇതിൻ്റെ അടിയിൽ വേണമെങ്കിൽ നമുക്ക് 1 ഇടാം. 2/1 x/y 2/1. അപ്പോൾ x⁻y എത്ര? 2:1.